ഇടത്തരികത്തുകാവ് ദുർഗാ ഭഗവതി ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്താണ് ഈ പ്രതിഷ്ഠയെ കാണുന്നത്. ക്ഷേത്രത്തിന് വടക്ക് കിഴക്കു ഭാഗത്തായി ഇടത്തരികത്തുകാവ് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നിന്ന് വീക്ഷിച്ചാൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് നോക്കിയാൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തു നിലകൊള്ളുന്ന ഒരു അപൂർവ നിർമ്മിതി എന്ന പ്രത്യേകത ഈ കാവിന് മാത്രമാണുള്ളത്. ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് മല്ലിശ്ശേരി മാളിക നിലനിന്നിരുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും ചുറ്റുമുള്ള വീഥികളിൻ്റെ വശങ്ങളിലായി മറ്റു പ്രധാന സ്ഥാപനങ്ങളായ ദേവസ്വം കാര്യാലയം, അതിഥി മന്ദിരങ്ങൾ, ലൈബ്രറി, സത്രം, കോവിലകം കൊട്ടാര, ആനക്കുട്ടിൽ എന്നിവയും സ്ഥിതി ചെയ്യുന്നു. ആനത്താവളം പിന്നീട് പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. വനദുർഗാ ഭാവത്തിലുള്ള പരദേശിയുടെ പ്രതിഷ്ഠയാണ് ഇത്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. പടിഞ്ഞാറോട്ടാണ് ദർശനം. അഴൽ ആണ് പ്രധാന വഴിപാട്. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായി ഇവിടെ 2 താലപ്പൊലി ആഘോഷമായിട്ടുണ്ട്. ഒന്ന് നാട്ടുകാരുടെ വകയാണ്, മറ്റത് ദേവസ്വം വകയും. ദുർഗാ സങ്കല്പമാണെങ്കിലും ലക്ഷ്മി, സരസ്വതി, പാർവതി, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലും ജഗദാംബയെ ആരാധിച്ചു വരുന്നു. ഇവിടുത്തെ ദുർഗാദേവി ശ്രീകൃഷ്ണന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തു എന്നും വിഷ്ണു വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം. അതിനാൽ ഇവിടെ ആദ്യം ഭഗവതിയെ വന്ദിക്കണമെന്നാണ് ആചാരം. എന്നാൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല.